ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു 1 kg റെഡ് വെൽവെറ്റ് കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇതുപോലെ ഒരു ബൗൾ വെച്ചിട്ട് നമുക്ക് അതിന് മീതെ അരിപ്പ് വെച്ചെടുക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഭാഗത്തോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് നമുക്ക് 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ മുട്ടയും പഞ്ചസാരയും വെജിറ്റബിൾ ഓയിലും വാനില എസൻസും വിനാഗിരിയും കൂടിയിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് റെഡ് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുക. കളറ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ. ഇനി ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ഭാഗമായിട്ട് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്ത പോർഷനും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് അതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1/2 കപ്പ് പാലെടുത്തിട്ട് അതിനകത്ത് വിനാഗിരി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ടാണ് ഈ ബട്ടർ മിൽക്ക് സെറ്റായിരിക്കുന്നത്. നമുക്കിതൊന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഓവർ മിക്സിങ് വേണ്ട, കേക്ക് പൊന്തി വരില്ല. ഇനി നമുക്ക് സ്പാച്ചുല വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. കളറൊക്കെ ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കേക്ക് ബാറ്റർ തയ്യാറായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് മോൾഡിലോട്ട് ഒഴിക്കാം. അപ്പം ഞാൻ ഇതേപോലെ ഹാർട്ട് ഷേപ്പ് മോൾഡാണ് 1 കിലോൻ്റെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്കൊരു ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കുക. നമുക്ക് ഈ ബാറ്റർ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 45 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ കേക്കിലേക്കുള്ള വിപ്പിംഗ് ക്രീം ഓൾറെഡി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പ് വിപ്പിംഗ് ക്രീമും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വാനില പൗഡറുമാണ് ഞാൻ ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിനി ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാൻ അതേപോലെ ഒരു ഗ്ലാസ്സിൽ ഇവിടെ എടുത്തിരിക്കുന്നത് തിളപ്പിച്ച് ചൂടാറിയ പാലാണ്. അതിൽ ആ പാലെടുത്ത അളവിൽ തന്നെ വെള്ളവും ചേർത്തിട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സ് ചെയ്തതാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സാധാ ഷുഗർ സിറപ്പ് ആയാലും മതി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എടുത്തെന്ന് മാത്രം, അതിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുക. അതിലേക്ക് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് സിറപ്പൊന്ന് വെച്ചിട്ട് നനച്ച് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ പാലും വെള്ളം പഞ്ചസാരയും കൂടിയിട്ട് നമുക്ക് പാല് തിളപ്പിച്ചിട്ട് ഒന്ന് ലൈറ്റ് ചൂടിൽ വേണം കേട്ടോ ചെയ്യാൻ. പച്ചപ്പാൽ എടുക്കരുത്. ഇതിലോട്ട് നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഏറ്റവും മുകളിലത്തെ ലെയറൊന്ന് വെച്ച് കൊടുക്കണം. നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മീതെ ഷുഗർ സിറപ്പ് ഒന്ന് വെച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് നനച്ച് കൊടുക്കണം. അപ്പം നമ്മൾ സിറപ്പ് വെച്ചിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മീതെ ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡിലൊക്കെ ഒന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ക്രീം ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരുപാട് മിനുസപ്പെടുത്തി എടുക്കേണ്ട കാര്യമില്ല. അതിൻ്റെ മീതെ നമ്മൾ ഇതിൻ്റെ ബാക്കി വന്ന കേക്കിൻ്റെ പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്ത പീസ് വെച്ചിട്ട് അതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ച് അതുകൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നമുക്കിനി ഇതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. ഇനി ഈ കേക്കിൻ്റെ ടോപ്പ് ഭാഗം നമുക്ക് കേക്കിൻ്റെ പീസ് പൊടിച്ചതിട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്ന ക്രീമും പിന്നെ അതുപോലെ തന്നെ കേക്കിൻ്റെ കുറച്ച് പീസസ് പൊടിച്ചതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ സൈഡിലൊക്കെ പൂ പോലെ വെച്ച് കൊടുക്കാം. അതേപോലെ അപ്പോൾ ഇത് അടിയിൽ ഇതേപോലെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി കേക്കാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.